ഞാനിപ്പോൾ മൊബൈലിൽ നിന്ന് കയറിക്കണേ. നിങ്ങൾ പ്രെയർ സൈൻ ഇൻ ഫോർ ദ ഡേ നോക്കുക. ഞാൻ അപ്പോഴേക്കും ലാപ്ടോപ്പ് ഒന്ന് റീബൂട്ട് ചെയ്തിട്ട് ഞാൻ കയറാം. ഞാൻ ഇവിടെ ഉണ്ടാവും. പ്ലീസ് സ്റ്റാർട്ട്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ആരെല്ലാം റെഡിയാണോ? ഞാൻ പറയാം. Almighty God, give us your light and blessing. Help us to study our lesson well, to obey our teacher, and to be good student. Help us, Lord, that we may please you always. Bless our institution, our teachers, and all our friends. Thank you, God. Good morning to all. Signing ഞാൻ പറയാം. Good morning to all. This is our Jisha ma'am class. He will tell more valuable information to all. Ma'am will tell who is facilitator and what is the role of facilitator. Our life is changing step by step. This platform is helpful with us and he will prove to who am I. Once again, welcome to a wonderful class. This is Alfia signing in. Thought of the day പറയാട്ടോ. A man is not poor without a money, but a man is really poor without a dream and an ambition. By Swami Vivekananda. Thank you. ഓക്കെ, നമ്മൾ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ, എന്താ പറയുക, നമ്മൾ യൂണിറ്റ് 4 ആണ്, പാർട്ട് 3 അല്ലേ? ലെറ്റ് മീ ട്രൈ. ഞാൻ ശരിയാവുന്ന പ്രതീക്ഷയിൽ എന്നൊന്നുകൂടെ ട്രൈ ചെയ്യുവാണ്. സോ PDF കയ്യിലുള്ളവരൊക്കെ ഒന്ന് PDF എടുക്കൂ. സോ ഞാനിപ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ. ലാപ്ടോപ്പ് സംടൈംസ് അത് മിസ്ബിഹേവ് ചെയ്യുന്നു. ഞാൻ ഇത് സർവീസ് ഒക്കെ ചെയ്തതായിരുന്നു, ബട്ട് സംഹൗ ഇറ്റ് ഹാപ്പൻഡ്. ഓക്കെ, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. നിങ്ങൾ കുറെ നേരമായിട്ട് ലേറ്റ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓഡിയോ വീഡിയോ ക്ലിയർ അല്ലേ? ഓക്കെ ഫൈൻ. സോ ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. സോ നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് കഴിഞ്ഞിട്ട് സെൽഫ് കൺസ്ട്രക്ഷൻ, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ പറയാം, മോണ്ടിസോറി പറയുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കി ഒരു കുട്ടി തന്നെ ഡെവലപ്പ് ചെയ്ത് വരണമെന്ന്. ഹ്യൂമണും അനിമൽസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം അവരിൽ പെട്ടെന്ന് തന്നെ ഒരു അഡാപ്റ്റബിലിറ്റി അനിമൽസിൽ വരുന്നു, ബട്ട് ഹ്യൂമൻസിന് ഒരു ഏജ് വരെയും ഒരു സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. ബട്ട് സംഹൗ ഒരു ഏജ് വരുമ്പോ ലെറ്റ് ദം ഇൻഡിപെൻഡന്റ്, ദേ ഷുഡ് നീഡ് ഫ്രീഡം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ അതിന് അവരുടെ വർക്ക്, അവര് ഇൻഡിപെൻഡന്റ് ആകുന്നത്, അവരുടെ ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നത്, ഓർഡർ ഫോം ചെയ്യുന്നത്, ദെൻ ലൈക്ക് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, അവരെ ഫാന്റസി വേൾഡിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ അവരെപ്പോഴും ഫാന്റസിയിലേക്ക് പോകും.
സോ എൻവിയോൺമെന്റിന്റെ 3 ഫേസസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ 3 ഫേസസിലും അവരുടെ ഡെവലപ്മെന്റ്, ആ 3 ഫേസസിലുള്ള ഫാക്ടേഴ്സ്, അവിടെ പാരന്റ്സ് വരാം, അതർ റിലേറ്റീവ്സ് വരാം, സൊസൈറ്റി വരാം, ടീച്ചേഴ്സ് വരാം, അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഫാക്ടേഴ്സ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു നമ്മൾ കഴിഞ്ഞ യൂണിറ്റ് 3 നമ്മൾ പറഞ്ഞത്. ദെൻ കംസ് ടു പിന്നെ സെൻസിറ്റീവ് പീരീഡ് ആണ്, അബ്സോർബൻ മൈൻഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലൈക്ക് ദെൻ സെൽഫ് കൺസ്ട്രക്ഷൻ ആണ് ഇനി വരുന്നത്. ഓക്കെ, സെൽഫ് കൺസ്ട്രക്ഷൻ. സോ നമുക്കറിയാം സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തന്നെത്താനെ ബിൽഡ് ചെയ്ത് വരുന്നത്, അതാണ് സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തല്ലോ, എവിടെയാണ് നമ്മളിപ്പോ? ജസ്റ്റ് തുടങ്ങി എത്ര ആയി എന്ന് എനിക്കൊരു ഓർമ്മയില്ല. സ്റ്റാർട്ട് ചെയ്തില്ല. മറ്റേ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞിരുന്നു. ഓക്കെ, സിസ്റ്റം തന്നെ അപ്ഡേറ്റഡ് ആകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ സ്ക്രീൻ പോലെയല്ല എന്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ. ഇപ്പൊ അപ്ഡേറ്റഡ് ആയി കുറെ പിങ്ക് കളറൊക്കെ വന്നിരിക്കുന്നു. ഓക്കെ, ഫൈൻ. സോ സെൽഫ് കൺസ്ട്രക്ഷൻ തന്നെ സെൽഫ് മെയ്ഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, തന്നെത്താനെ ആയി വരിക, അതാണ്. അതിന് 2 ഇന്റേണൽ ഫാക്ടേഴ്സ് അവരെ ഡെവലപ്പ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു ഈ സെൽഫ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അതായത് അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡ്. എന്ത് കിട്ടിയാലും അവരങ്ങ് അബ്സോർബ് ചെയ്യും, അങ്ങ് ഉൾക്കൊള്ളും, അല്ലെ. പിന്നെ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും എൻവയോൺമെന്റിലുള്ള എന്തുമായിട്ടും ഇവർ സെൻസിറ്റീവ് ആയിരിക്കും. ബട്ട് ഒരു സർട്ടൺ ഏജ് കഴിയുമ്പോൾ, ഇറ്റ്സ് ആഫ്റ്റർ 6 years എന്ന് പറയുമ്പോൾ, 6 years മാത്രമല്ല, ഒരു 3 years ഒക്കെ കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ചില സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മാറും. അതായത് അതുവരെ നമുക്ക് കുഞ്ഞിനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറ്റിക്കും, അല്ലെ. അമ്പിളിമാവനെ പിടിച്ചു തരാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പറ്റിക്കും. ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ കഴിച്ചില്ലെങ്കിൽ അത് വരും ഇത് വരും എന്നൊക്കെ പറഞ്ഞു കുറെയൊക്കെ പറ്റിക്കും. അവരങ്ങ് അത് ഫുൾ അവർ വിഴുങ്ങും. ബട്ട് ഒരു ഏജ് കഴിയുമ്പോഴേക്കും അവർക്ക് റിയൽ എന്താണ് അൺറിയൽ എന്താണെന്നുള്ളത് മനസ്സിലാകും. ദേ നോ ദാറ്റ് വാട്ട് ഈസ് റിയൽ. അവരങ്ങനെ എങ്ങനെയൊന്നും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. അവർക്ക് അത് ഒരു ഈ ഇത് അബ്സ്ട്രാക്ട് ഐഡിയാസ് ഒക്കെ വന്നു തുടങ്ങും. അതുവരെ ഒരു കോൺക്രീറ്റ് ഫോം, അല്ലാതെ ഒരു 3 years ഒരു കുട്ടിയോട് നമ്മൾ പറയാം നീ സത്യസന്ധനായിരിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് തന്നെ മനസ്സിലാവില്ല. ആ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ ഒന്നും അതിന് കിട്ടില്ല. ബട്ട് ഒരു കുറച്ചും കൂടെ ഒരു ഏജ് കഴിയുമ്പോഴേക്കും ദേ നോ ദ വാല്യൂസ്, എന്താണ് വാല്യൂസ് എന്നൊക്കെ അവർക്ക് മനസ്സിലാകും. ഒരാളെ ചീറ്റ് ചെയ്യാൻ പാടില്ല, അതൊക്കെ അവർക്ക് മനസ്സിലാകും. പിന്നെ വേറൊരാൾ അങ്ങനെ ചെയ്യുന്ന കണ്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യും. ആ രീതിയിലൊക്കെ അവരുടെ തോട്ട്സ് ഒക്കെ മാറും. സോ ഒരു സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും പിന്നെ അവരുടെ ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ആ ഒരു അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും ഇതിന് വഴി മാറും. ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. ദെൻ ആക്ച്വലി 10:30 തന്നെ ഷാർപ്പ് കയറണം എന്ന് വിചാരിച്ചായിരുന്നു. അശ്വതി മിസ്സിന് പനിയായതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഏറ്റെടുത്തത്. ആക്ച്വലി എനിക്ക് 11:30 ക്ലാസ് ഉണ്ട്. സോ ഐ വിൽ ഡു വൺ തിങ്, നമുക്കൊരു 11:40 ആവുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. 11:45 അവരോട് കയറാനായിട്ട് നമുക്ക് രാഖിയോടൊന്ന് ഞാനൊന്ന് ഒരു മെസ്സേജ് ഇട്ടു. ഓക്കെ, സോ സെൽഫ് കൺസ്ട്രക്ഷൻ അതിൽ തന്നെ നമുക്ക് ആ സെൽഫ് കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് തന്നെ സെൻസിറ്റീവ് പീരീഡ്, അബ്സോർബൻ മൈൻഡ്, ഇതെല്ലാമാണ് കുട്ടിയെ ഡെവലപ്പ് ചെയ്ത് സെൽഫ് മെയ്ഡ് ആക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ ഇതൊരു ഗ്രാജുവൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ വന്ന് നമ്മൾ ആ സമയത്തും പറഞ്ഞു അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. അൺകോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും എന്തെല്ലാമോ അവർ കാണുന്നു കേൾക്കുന്നു അതെല്ലാം ഒരു ഇംപ്രഷൻസ് ആയിട്ട് വരും. അതായത് കുട്ടികളെ ഒരാൾ ഉപദ്രവിക്കുമ്പോൾ, ഒരു കുട്ടിയെ ഒരാൾ ഉപദ്രവിക്കുകയാണ്, ലൈക്ക് കുഞ്ഞ് ഏജ് ആണ്, പലപ്പോഴും കുട്ടികൾ അബ്യൂസിന് ഇതാവുന്നുണ്ട്, അല്ലെ, ഫിസിക്കൽ അബ്യൂസിന്. അപ്പൊ ആ രീതിയിൽ ഒരു ഫിസിക്കൽ അബ്യൂസ് കുട്ടിക്ക് നേരിടുമ്പോൾ, എന്റെ മുന്നിൽ വന്ന ഒരു കേസായിരുന്നു. ഫിസിക്കൽ അബ്യൂസ് നേരിടുമ്പോൾ കുട്ടി അത് വേറൊരാളില്, കുട്ടിക്ക് മനസ്സിലാവില്ല, എന്തോ കളിയാണെന്ന് വിചാരിക്കും ഫസ്റ്റ് ടൈം ഒക്കെ ആവുമ്പോഴേക്കും. അത് വേറൊരാളില് അല്ലെങ്കിൽ പീർ ഗ്രൂപ്പില് ഒപ്പമുള്ള കുട്ടികളില് അത് ചെയ്യുന്നു. ഇത് കണ്ട്
ഇത് മനസ്സിലാക്കിയ ഒരു ടീച്ചറാണ് എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞത്. ലൈക്ക് കുട്ടി അങ്ങനെ വേറൊരു കുട്ടിയോട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടി അതിലൂടെ കടന്നു പോയിട്ടുണ്ടാകണം. സോ അത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോഴും അവൻ അതിൻ്റെതായ എന്തോ ഒരു അനുഭവം അല്ലെങ്കിൽ അവൾക്ക് ഒരു അനുഭവം പുറകിൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ചെന്ന് പോയപ്പോഴേക്കും അങ്കിളായിരുന്നു ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചത്, പ്രൈവറ്റ് പാർട്സിൽ ടച്ച് ചെയ്ത രീതിയിലൊക്കെ. അയാൾക്കുള്ള വാണിംഗ് ഞാൻ നേരിട്ട് പോയി കൊടുത്താലോ എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് എന്റെ പിടിവിട്ട് പോയായിരുന്നു കേട്ടപ്പോ. സോ വാട്ട് എവർ ഇറ്റ് ബി, സംഭവം ആ ടീച്ചേഴ്സ് സോർട്ട് ചെയ്യുന്നതിനോട് പറഞ്ഞു. ഇത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാമെന്നും പറഞ്ഞു. ചൈൽഡ് ലൈനിനെ അറിയിക്കുന്നു. അയാൾ ആദ്യം ഒന്ന് വാൺ ചെയ്യണം, സ്കൂളിൽ നിന്ന് വിളിപ്പിച്ച് വാൺ ചെയ്യണം എന്ന് പറഞ്ഞു. ചൈൽഡ് ലൈനിൽ ഇൻഫോം ചെയ്യണമെന്ന് ഇൻഫോം ചെയ്തു എന്ന് തന്നെ പറഞ്ഞ് വാൺ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഫർദർ എന്താ പ്രോഗ്രസ് നടന്നെന്ന് അറിയില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ അപ്പൊ നമ്മളുടെ കുട്ടികളുടെ ഓരോ ആക്ഷൻസും, നമ്മളുടെ കുട്ടികൾ മാത്രമല്ല, നമ്മളൊരിടത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ കുട്ടികളുടെ ഓരോ ആക്ഷൻസും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവരെന്തെങ്കിലും പുതുതായി ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അൺസോഷ്യബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ, ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയർ ആണെങ്കിൽ പോലും നമ്മളത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി അവിടെ ഇടപെടുക തന്നെ വേണം. കണ്ടില്ല എന്ന് വിചാരിക്കരുത്. ഓക്കെ. സോ ഇപ്പൊ സെൽഫ് കൺസ്ട്രക്ഷൻ, അതിന്റെ താഴെ ഒരു പാരഗ്രാഫും കൂടെ വരുന്നുണ്ട്, സെൻസിറ്റീവ് പീരീഡ്. സോ യു ക്യാൻ ജസ്റ്റ് ആർക്കെങ്കിലും ഈ 2 പാരഗ്രാഫ്സ് ഒന്ന് വായിക്കാം. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഓൾറെഡി നമ്മളത് പറഞ്ഞു അതിലെ കാര്യം. അതെടുത്തതാണല്ലോ മിസ്സേ, സെൻസിറ്റീവ് പീരീഡ് കഴിഞ്ഞു. ഞാൻ തുടങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കും സംശയം, ഞാൻ ഇത് ഏത് ക്ലാസ്? ഒരു 6 ഫാക്ടർ ഉണ്ടായിരുന്നില്ലേ, അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമുക്കൊന്ന് ബ്രീഫ് ചെയ്തിട്ട് പോവാം. ഓക്കെ. സോ ലൈക്ക് എനിക്ക് ഒരു ബ്രേക്ക് ഒക്കെ വന്ന് വരുമ്പോഴേക്കും തലേന്ന് പോകും വല്ലതും. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് തോന്നി. ഞാൻ ആ പേജ് നോക്കാത്തോണ്ട് വീഡിയോ ഓഡിയോ ആവാത്തോണ്ട് ഞാനൊന്ന് പാനിക്കായി, ആകെ ഒരു ഇതായി, ഹറിബറിയായിപ്പോയി. ഓക്കെ, വട്ടവർ ഇട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കണം. സോ അങ്ങനെ ഈ സെൻസിറ്റീവ് പീരീഡിന് നമ്മൾ ബട്ടർഫ്ലൈയുടെ ട്രാൻസ്ഫോർമേഷൻ, മെറ്റാമോർഫോസിസ് അല്ലെ, പരിണാമം, കാറ്റർപില്ലർ ബട്ടർഫ്ലൈ ആയി മാറുന്ന ആ ഒരു പ്രോസസ്സുമായിട്ട് നമ്മൾ ഈ കുട്ടികളുടെ മാറ്റം മറിയ മോണ്ടിസോറി കമ്പയർ ചെയ്യുന്നുണ്ട്. ഹ്യൂമണിലും ഇതുപോലെ തന്നെയുണ്ട്. കാറ്റർപില്ലർ സെൻസിറ്റീവ് ടുവേഴ്സ് ലൈറ്റ് എന്ന് പറയുന്ന പോലെ ഹ്യൂമൻസ് ആർ സെൻസിറ്റീവ് ടുവേഴ്സ് എൻവയോൺമെന്റുമായിട്ട് ഇവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതുപോലെ രീതിയിൽ തന്നെ ആളുകളും മനുഷ്യരും കടന്നു പോകുന്നു എന്ന രീതിയിൽ മറിയ മോണ്ടിസോറി അതുമായിട്ട് കമ്പയർ ചെയ്തിരുന്നു. ഓക്കെ. ദെൻ സെൻസിറ്റീവ് പീരീഡ്സ് ഏതെല്ലാമാണ്? ആ ഒരു സെൻസിറ്റീവ് നമ്മൾ ഓൾറെഡി ഇതെല്ലാം ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി വരുന്നു, വൈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അവരുടെ ലാംഗ്വേജ് ഫോം ചെയ്യുന്നു, അവരുടെ മൂവ്മെന്റ്സ് ബാലൻസ് ശരിയാകുന്നു. പിന്നെ എപ്പോഴും അവർക്ക് മൈന്യൂട്ട് ഒബ്ജക്ട്സിനോട് ഒരു താല്പര്യം ഉണ്ടായിരിക്കും. കാരണം അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ആ ഒരു രീതിയിൽ മൈന്യൂട്ട് ഒബ്ജക്ട്സിനോട് താല്പര്യം ഉണ്ടായിരിക്കും. പിന്നെ അവര് ലേണിംഗ് ത്രൂ 5 സെൻസസ്, അത് ഫ്രം ദ ബിഗിനിങ് നമ്മൾ പറയുന്നുണ്ട്. മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് പ്രോസസ് ത്രൂ 5 സെൻസസ് ആണ്. ഓക്കെ, ഇനി നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണോ വേണ്ടത്? ഈ 6 പറ്റി ആണോ? അതെ മാം. റെഡി ചെയ്യാമോ ആരെങ്കിലും? ഫസ്റ്റ് വൺ, ദ പീരീഡ് ഓഫ് സെൻസിറ്റീവ് ടു ഓർഡർ. ക്ലിയർ ആയോ? ഒരു ഇൻട്രോ ഒക്കെ മനസ്സിലായില്ലേ? പ്ലീസ്. ഞാൻ വായിക്കട്ടെ. ഓക്കെ. The 6 sensitive periods: sensitivity to order, learning through their 5 senses, sensitivity for social interest, sensitivity for language, sensitivity for walking, sensitivity for small minute objects. The period of sensitivity to order. This sensitiveness arrives in the child's first year and continues through the second year. The child shows the need for order in several ways. First one, he shows a positive way in seeing common things. Second one, children's insistence on putting things back in their place. Third one, crying or throwing tantrums to unfamiliar places or people. She cited an example. I found myself one day with a group of people
going through neuro grotto ഈ at കഥ പറഞ്ഞല്ലേ? Ma'am? ഈ കഥ പറഞ്ഞതല്ലേ? പഠിച്ചത് Yes, ഇത് പറഞ്ഞതാ. കഴിഞ്ഞതാണ്. വായിച്ചു കുഴപ്പമില്ല, നോ പ്രോബ്ലം. എന്നാ പിന്നെ നെക്സ്റ്റ് നോക്കാം മാം. ഇല്ല നമുക്ക് ജസ്റ്റ് ആ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്റെ മോൻ ഇങ്ങനെ ഷോൾ എനിക്ക് ഇട്ട് തരുന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. അമ്മമാര് അതൊക്കെ പറഞ്ഞു. അതെ, അതൊക്കെ സാരി പറഞ്ഞു. ശരിയാക്കാതെ ഇങ്ങനെ വെക്കുമ്പോ ഇവര് കറക്റ്റ് ഇങ്ങനെ വെക്കും. കാരണം അതൊക്കെ ആ ഓർഡർ ചെയ്യുന്നത്. ഓക്കെ, സിക്സ്ത് പീരീഡ് വായിച്ചിരുന്നു ലാസ്റ്റത്തെ. അത് കഴിഞ്ഞു, അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞു. അതല്ലേ, എനിക്ക് കഥ വന്നപ്പോഴേ ഓർമ്മ. ഞാനത് നോട്ട് ചെയ്തത്. ഓക്കെ, സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദർ 5 സെൻസ് അതാണ് പറയാനുള്ളത് തോന്നുന്നു. പറയേണ്ടത്. ഓക്കെ, നമ്മൾ ആ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് മറിയാം മോണ്ടിസോറി പറഞ്ഞിരുന്നു. ആ കുട്ടിയുടെ ആ ഓർഡർ അത് അത്രയും വാശി പിടിച്ചു. ആ ഒരു ജാക്കറ്റ് വെയർ ചെയ്യാനുള്ളതാ, കയ്യിൽ ചുമ്മാ തൂക്കിടാനുള്ളതല്ല എന്നുള്ള ഒരു ഓർഡർ ആണ് അവന്റെ മനസ്സിലുണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് വൺ റീഡ് ചെയ്തു. സെൻസിറ്റിവിറ്റി നമുക്കൊന്ന് ക്ലിയർ ആയല്ലോ ഒരു പ്രാവശ്യം വായിച്ചു. ഓക്കെ, വായിച്ചു. Yes, please. Sensitivity to learning through their 5 senses. The young child has a natural excitement to explore the environment. The child must have objects to explore in order to develop his neurological structures for observing and thinking. Montessori said the tongue, with the uses for speaking, and the hands, which he employs for work, are more intimately connected with his intelligence and any other part of the body. She referred to them as the instruments of man's intelligence. In order to develop his mind, a child must have objects in his environment, which he can hear, see, and manage with his hands. It is important to note that the child's actions are not due to random choice, but directed by his inner needs for developments. Now the child's movements are not due to chance. He is making the necessary coordinations for organized movement directed by his ego, which commands from within. Montessori placed particular attention upon the importance of training the child to make a prejudice. ഇതും വായിച്ചതാണ് ടീച്ചറെ. സാരില്ല, no problem. Much of the didactic materials are concerned with the refinement of the sense. Through sensory education, children are helped to formulate and categorize his sense of perception into an inner mental order. Please. പ്രിജുഡിസ് എന്നുള്ളതിന്റെ മീനിങ് ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. നമ്മള് മുൻവിധി എന്ന് പറയില്ലേ, നമ്മള് എപ്പോഴും നമുക്ക് ചില കാര്യങ്ങളോട് ഭയങ്കര ഒരു മുൻവിധിയായിരിക്കും അല്ലെ. നമ്മൾ വൺസ് നമ്മള് ഈ ഒരു എനിക്കും പണ്ടുണ്ടായിരുന്നു, പക്ഷെ മോണ്ടിസോറി മെത്തേഡ് ആയി കഴിഞ്ഞ മുൻവിധി മാറി. ഒരാളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇത് വരൂലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തന്നെ ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു മുൻവിധി, അത് ശരിയാവില്ല. ലൈക്ക് പലപ്പോഴും പ്രെജുഡിസ് അത് ആ ഒരു കൂടുതൽ നെഗറ്റീവ് ആസ്പെക്ടിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് പ്രെജുഡിസ് പറയുന്നത്. മൂവിങ് ഫോർവേഡ് അല്ലെങ്കിൽ തിങ്കിങ് പോസിറ്റീവ്ലി, അതൊക്കെ നമ്മൾ മുന്നോട്ടുള്ള കാര്യത്തിൽ തന്നെയാണ്. പക്ഷെ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പ്രെജുഡിസ് നമ്മൾ അയാളൊരു പ്രെജുഡിസ്റ്റ് ആണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയും, ഇങ്ങനെ ചിലരെ പറ്റി പറയില്ല. അതായത് ഈവൻ നമ്മൾക്ക് തന്നെ നമ്മളെ കുറിച്ചൊരു മുൻവിധി ചിലപ്പോൾ തോന്നും. ലൈക്ക് ഞാൻ അത് ചെയ്താൽ ശരിയാവില്ല, ഞാൻ അവിടെ പോയാൽ ശരിയാവില്ല, ഞാൻ അങ്ങനെയായി പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു മുൻവിധി. അല്ലെങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിയെ നമ്മൾ പറയും. ബട്ട് വൺസ് ഐ ജസ്റ്റ് സിങ്ക്, ഞാൻ ഈ മോണ്ടിസോറി മെത്തേഡിൽ അങ്ങ് മുങ്ങി കയറി വന്നു കഴിഞ്ഞപ്പോ ഈ സംഭവം എന്റെ പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു മുൻവിധി ഇല്ല. നമുക്ക് നമ്മുടെ മുന്നിലൊക്കെ വരുന്ന ഗുഡ് ഹേർട്ട്, ബട്ട് ദ തിങ് ഈസ് ദാറ്റ് നമ്മളെ ആരെങ്കിലും പറ്റിക്കാൻ വരുവാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും. അത് വേണം കേട്ടോ. എല്ലാരും ഗുഡ് ഹേർട്ട്, എവരിബഡി ഹാസ് സം സോർട്ട് ഓഫ് പോസിറ്റീവ്നെസ് നമ്മുടെ ഉള്ളിൽ ഫിൽ ചെയ്യും. ബട്ട് അതിന്റെ അർത്ഥം നമ്മളെല്ലാവർക്കും പറ്റിക്കാം എന്നുള്ളതല്ല. അതും ശരിയായി വന്നു.
മറ്റേത് ആർക്കും എന്നെ പറ്റിക്കാവുന്ന ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. ബട്ട് മോണ്ടിസോറി മെത്തേഡ് അതും മാറ്റിയെടുത്തു. നമ്മൾ ആരെയും പറ്റിക്കുകയല്ല, നമ്മളെ ആരും പറ്റിക്കാൻ നമ്മൾ സമ്മതിക്കുകയല്ല. സംതിങ് ഒരു എന്താ പറയാ, ഒരു പ്രകാശം നമ്മളിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും എല്ലാവരിലും അതിപ്പോ ആയിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ എനിക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് വന്നു. എന്താ, നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ എന്താ പറയാ, ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജ്മെന്റ് സ്റ്റാഫ് എല്ലാം പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും അല്ലെ. വട്ട് എവർ ഇറ്റ് ബി, നമ്മളുടെ റോള് നമ്മൾ അവിടെ ചെയ്യാന്നുള്ളതാണ്. അവിടെ ചെന്ന് ഫസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചോദിക്കുന്നു, അവർ പെർമിറ്റ് ചെയ്യുന്നില്ല, അത് അവിടെ തീർന്നില്ല. വി ഹാവ് അതർ ഓപ്ഷൻ. യൂണിവേഴ്സ് ഇസ് പ്രിപ്പയറിംഗ് സംതിങ് ഫോർ us. യൂണിവേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് വേറെന്തോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഓക്കെ. കാരണം ചിലർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് വാക്കാൽ പെർമിറ്റ് ചെയ്ത് സമയമായപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ കേസസും ഉണ്ട്. നമ്മൾ ഡൗൺ ആവും. ഡെഫിനറ്റ്ലി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോ. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പം അവിടെ നമുക്കൊരു ചെറിയ വിഷമം വന്ന് തീർന്നു. ഇത് നിങ്ങൾ ചെയ്തോളൂ, ഇന്ന സമയത്ത് വന്നാൽ മതി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ സമയം ആകുമ്പോഴേക്കും പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും അത് കുറച്ചുകൂടി നമ്മളെ വിഷമത്തിലാക്കും. വട്ടർ ഇട്ട് നമ്മൾ നെക്സ്റ്റ് ട്രൈ ചെയ്യാം. അത് മാത്രമല്ല, ചിലയിടത്ത് ചെല്ലുമ്പോഴേക്കും ഓൺലൈനാന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു പ്രജുഡിസ്റ്റ്, അത് തന്നെ അവർക്കൊരു ഒന്നും അവിടെ നടക്കണില്ല, അങ്ങനെയാത്. നമുക്ക് പ്രാക്ടിക്കൽസ് വരുന്നത് ശരിക്കും മോഡ്യൂൾ 3 ആവുമ്പോഴാട്ടോ. മോണ്ടിസോറി മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങുന്നത് മോഡ്യൂൾ 3 ആവുമ്പോഴാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഈ മെറ്റീരിയൽ എങ്ങനെയാണ് കുട്ടികളുടെ സെൻസസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, അവരെ ട്രിഗർ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുക. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഒരു ബാച്ചിൽ നിന്ന് വന്നു. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് നല്ലപോലെ ആക്റ്റീവായ ഒരു കുട്ടിയായിരുന്നു ക്ലാസ്സിൽ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആൽഫബറ്റ്സും നമ്പേഴ്സും എല്ലാം പല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ഐഡിയാസും ഉണ്ട്, പല വർക്കും ചെയ്യുന്നതിന്റെ. നല്ലൊരു കോൺഫിഡൻസിലായിരിക്കണം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് തളർത്തി കളഞ്ഞു. പക്ഷെ നിങ്ങൾ ഓൺലൈൻ അല്ലേ, ഓൺലൈനിൽ എങ്ങനെയാ ശരിയാവണേ, നിങ്ങൾ എന്തൊക്കെയാ പഠിക്കുന്നത്, പ്രാക്ടിക്കൽസ് എന്താ ചെയ്യാത്തത്, ഏതാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നമ്പർ തരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി ഇതായിട്ട് പറഞ്ഞു. കുട്ടിക്ക് അത് ഭയങ്കര വിഷമായി പോയി നമ്മുടെ ട്രെയിനിക്ക്. അപ്പൊ ആ ഒരു ആള് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി, ഭയങ്കര സങ്കടം വന്നിട്ട് ഒരു ഫ്രസ്ട്രേഷൻ പോലെ ആയി. അത് ക്ലാസ്സിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊരു വേറെ ടീച്ചറിന്റെ ക്ലാസ്സിലായിരുന്നു. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തുവാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം, അങ്ങനെ പല രീതിയിലുള്ള. നിങ്ങളുടെ അവസ്ഥയാണോ? അത് ശരിയാ. മറ്റേ നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കണേന്ന് പറയുമ്പോ എല്ലാരും ചോദിക്കും ഇതിന് വാല്യൂ ഉണ്ടോ, നിങ്ങൾ എന്നാ അവിടെ പഠിക്കുന്നത്, ഓൺലൈൻ അല്ലേ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. ഇപ്പൊ ഞാൻ ട്രെയിനിങ്ങിന് നിന്നപ്പോഴായിരുന്നെങ്കിലും അവർക്ക് ആദ്യം ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ ട്രെയിനിങ് ഡിസംബറിൽ കഴിഞ്ഞു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു, നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. ശനിയാഴ്ച അവിടുന്ന് സ്റ്റാഫ് ടൂർ പോവായിരുന്നു. അതിലൊരംഗമായിട്ട് എന്നെയും കൂട്ടി എന്നെയും കൊണ്ടുപോയി. ഞങ്ങൾ അടിച്ചു പൊളിച്ച് മൂന്നൂർ പോയിട്ട് വന്നു. വി ആർ ഷോയിങ് ദം. നമ്മൾ ശരിക്കും കാണിച്ചു കൊടുക്കുക. മോണ്ടിസോറി മെത്തേഡ് അതാണ്, ഷോയിങ് ദം, കാണിച്ചു കൊടുക്കുന്നു. രക്തം സേ ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ, ആദ്യം അവരെ തള്ളിപ്പറയും. എന്നിട്ട് ടീച്ചർമാര് പറയാട്ടോ, എന്നാ ആ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ച പിള്ളേര് മാത്രമല്ല സ്കൂളിലെ പിള്ളേര് മൊത്തം നമ്മളെ അന്വേഷിക്കുന്നുണ്ട്, എന്നാ വന്നേന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷായി. പ്രകാശം ഉണ്ടായിരുന്നു. അതാണ് സ്പ്രെഡ് ചെയ്യല്ലേ. നമ്മളെ യുണീക്ക് ആയിട്ട് അവര് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾക്ക് എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു അവിടെ തന്നെയാണ്. അപ്പൊ അത് നമ്മള് ഒന്ന് നോക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ പോലും അവര് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ആണെങ്കിലും ക്രിസ്മസ് ഫണ്ട് ഇട്ടപ്പോ ഞാൻ KG-യിലേക്കാ പോയായിരുന്നു പഠിപ്പിക്കാൻ. അപ്പൊ എല്ലാ പിള്ളേരും പൈസ കൊണ്ടു. 2 പേര് മാത്രം പൈസ കൊണ്ടുന്നില്ല. ഈ ക്രിസ്മസ് ട്രീയിൽ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്നും വിചാരിച്ചല്ല, എന്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്ന എടുത്ത് ഞാൻ അവർക്കത് വാങ്ങിച്ചു കൊടുത്തു. നമ്മളത് വേറൊന്നും വിചാരിച്ചു. പക്ഷെ അതൊക്കെ അവര് നോട്ട് ചെയ്ത് എന്റെ യാത്രയപ്പിന് അതൊക്കെ എടുത്ത് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. ഇപ്പൊ അടുത്ത മാസം ആനിവേഴ്സറി സ്കൂളിൽ 24-ാം തീയതി. അതിനും എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഡാൻസ് പഠിപ്പിക്കാൻ ചെല്ലാൻ പറഞ്ഞ് ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഞാൻ ഇതുപോലെ തന്നെ ട്രെയിനിങ്ങിന് പോയി. ഇടയ്ക്ക് എൻ്റെ അമ്മച്ചി മരിച്ച് എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ പിന്നെയും ചോദിച്ച് ട്രെയിനിങ് അങ്ങനെ പൂർത്തിയാക്കി 2 മാസം ഞാൻ പോയായിരുന്നു. ഇപ്പൊ ഞാൻ എന്നെ അവിടുന്ന് വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു, ലീവ് വേക്കൻസി വരുമ്പോ എന്തായാലും വരണോട്ടോ എന്നും പറഞ്ഞ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ മൊത്തം ഒരാഴ്ചയോളം പോയി ക്ലാസ് എടുത്തു. എനിക്ക് അതിന് ചെറിയൊരു സ്റ്റൈഫൻഡ് എന്ന രീതിയിൽ എനിക്ക് അവർ തരുകയും ചെയ്തു. പിന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് വീക്കിൽ എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ട്
ഞാൻ വേറൊരു ഫീൽഡിൽ നിന്നാണ് ഈ ഇതിലേക്ക് വന്നത്. പക്ഷെ ടീച്ചിങ്ങിന്റെ ഇതൊക്കെ അവർക്ക് എൻ്റെ ടീച്ചിങ് ഇഷ്ടപ്പെട്ടപ്പോഴാണല്ലോ എന്നെ വിളിച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. ഞാനത് ഇവിടെ പറഞ്ഞു എന്നുള്ളൂ. വളരെ സന്തോഷം. ആക്ച്വലി ഈ മേഖലയിലേക്ക് പോയ സാലറി എങ്ങനെയാ? അത് കുറവല്ലേ അങ്ങനെ, പക്ഷെ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് വളരെ വലിയൊരു ഇതാ. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം. നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങളുടെ ബാച്ചിലുള്ളവരെ അറിയിക്കുക, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിക്കുക. കാരണം മറ്റുള്ളവർക്ക് അതൊരു എനിക്ക് തോന്നുന്നു നാളെ ആയിരിക്കും എനിക്ക് അവർക്ക് ക്ലാസ്. ആള് നല്ല സങ്കടത്തില. പിന്നെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ ഇങ്ങനെ അറിഞ്ഞതാണ് ഈ വിവരം. സോ അത് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും, ഇല്ലാന്ന് ഞാൻ പറയണില്ല. അല്ലേ? കാരണം നമ്മള് ബട്ട് നിങ്ങൾക്ക് നല്ലൊരു അനുഭവങ്ങളൊക്കെ ഉണ്ടായില്ല. എല്ലാവർക്കും തന്നെ വരും. നമ്മൾ ചെയ്യുന്ന എന്തായാലും നമ്മൾ ശരിയായി ചെയ്തു എന്നുള്ളത് ഈ പറയുന്നവർക്കും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർക്കും മനസ്സിലാവും, നമ്മൾക്കും ആ ഒരു ഫീൽ ഉണ്ട്. അവര് തിരിച്ചു പറഞ്ഞാലും നമ്മൾക്കറിയാം നമ്മൾ ചെയ്തു എന്ന്. നമ്മളുടെ ഒരു ട്രെയിനി ഫസ്റ്റ് ബാച്ചോ സെക്കൻഡ് ബാച്ചോ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഇങ്ങനെ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് ചെയ്തത്. നല്ലതായിട്ട് ചെയ്ത്. കുട്ടികൾക്കൊന്നും അക്ഷരമൊന്നും അറിയില്ലായിരുന്നു. നല്ലപോലെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ടീച്ചർ ലീവ് എടുത്തു പോയി. ഇത് വന്നപ്പോഴേക്കും മുഴുവൻ ഏൽപ്പിച്ചിട്ട് ആള് ലീവ് എടുത്തു പോയി. അങ്ങനെ കുറെ നാൾ അവിടെ മോർ ദാൻ ഒരു 1 month അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. ഗവൺമെന്റ് സ്കൂളും കൂടിയാണ്, അവർക്ക് ചില റൂൾസ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. അപ്പൊ ആൾക്ക് ഭയങ്കര ഫീൽ ചെയ്തു. നമുക്ക് സാരമില്ല. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയണത് ഇത് ഞങ്ങൾ നിങ്ങൾക്ക് തന്നൊരു പ്രിവിലേജാണ്, ഞങ്ങൾ തന്നൊരു ചാൻസ് ആണ്, ഓപ്പർച്യൂണിറ്റിയാണ്. ആയിക്കോട്ടെ, ഓക്കെ. സോ അത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പം പറവൂർ ലോക്കൽ ഒരു സ്കൂൾ ആയതുകൊണ്ട് ഇടപെടാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇടപെടും, അല്ലെങ്കിൽ സാർ അതിന് വേണ്ടത് എന്തെങ്കിലും ഒരു കുട്ടിക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര വിഷമിച്ച് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും സാരമില്ല. അപ്പൊ അതാണ് ലൈക്ക് നമുക്ക് മെറ്റീരിയൽസ് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ മോണ്ടിസോറി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. നിങ്ങളുടെ മോഡ്യൂൾ 3 ആവുമ്പോഴേക്കും ഇറ്റ് വിൽ ബി വെരി ക്ലിയർ, എല്ലാം അവൈലബിൾ എല്ലാം ഉണ്ടായിരിക്കും. സോ അത് എങ്ങനെ ഓൺലൈൻ ആയിട്ട് നമ്മൾ ഇത് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണം എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഒരു ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചും നമ്മൾ കാണിച്ചു തരും. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഓൺലൈൻ ഉണ്ടാവില്ല എന്നല്ല. ഓൺലൈൻ ഓൾറെഡി ഉണ്ടാവും, കാരണം വരാൻ പറ്റാത്തവരുണ്ടാവുമല്ലോ. ബട്ട് നേരിട്ട് കണ്ട്, കാരണം നമുക്ക് സെൻസസ് ആണല്ലേ. സെൻസസ് മീൻസ് നമുക്ക് കാണാനും കേൾക്കാനുള്ളത് നമുക്ക് ഒരു പക്ഷേ ഇതിലൂടെ പറ്റുമായിരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോം. പക്ഷെ നമുക്ക് ടാക്ടൈൽ സെൻസ്, നമ്മുടെ കിനസ്തെറ്റിക് സെൻസ് ഉണ്ടല്ലോ, ടച്ചിങ്, അത് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊട്ട് തന്നെയൊക്കെ നോക്കണ്ടേ. ഞാൻ എത്രത്തോളം ഇങ്ങനെ കാണിച്ച് ഞാൻ ടച്ച് ചെയ്ത് എന്റെ ഫീൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് മനസ്സിലാക്കാൻ കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. എനിവേ വി വിൽ പ്ലാൻ. ഓക്കെ. സോ അപ്പൊ prejudice എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുൻവിധി. നമ്മൾ എന്തും അങ്ങനെ കൂടുതലും അത് നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് prejudice പറയാറ്. ഓക്കെ. നമ്മളിലും ഉണ്ടാകാറുണ്ട്, അത് ഇല്ലാന്നില്ല. അതാണ് prejudice. അത് കഴിഞ്ഞു. പിന്നെ ഇപ്പം സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസ്, അതാണോ? മൈന്യൂട്ട് ഒബ്ജക്ട്, സ്മോൾ ഒബ്ജക്ട്സ് ആണോ? സ്മോൾ ഹാൻഡും ടങ്കും അവരുടെ ടൂൾസ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. കൂടുതലും അവർ ഹാൻഡ് യൂസ് ചെയ്യുന്ന ടൈമൊക്കെ ഉണ്ട്. ഈവൻ കിടക്കുന്ന പ്രായത്തിൽ തന്നെ ഇങ്ങനെ കുസ്തി പിടിക്കാൻ പോകുന്ന പോലെ അവരുടെ ഹാൻഡ് ആണ്. മറിയാം സാർ എപ്പോഴും പറയുന്നത് അവരുടെ ടൂള് ഇമ്പോർട്ടന്റ് ഹാൻഡ് ആണ്. അപ്പൊ ഈ ഹാൻഡ് വെച്ച് അവർ മാക്സിമം ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്ത് തന്നെ വേണം. എന്നാലാണ് അവർ ഫർദർ അവരുടെ അക്കാദമിക്സിലേക്ക് പോകുമ്പോൾ അത് ശരിയാവുള്ളൂ. ചില കുട്ടികൾക്ക് കാണില്ലേ പെൻസിൽ പിടിക്കാൻ പറ്റുന്നില്ല, കൈ വേദന എടുക്കുന്നു. സോ ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽ ശരിയായ രീതിയിൽ ഡെവലപ്പ് ആകാത്തതുകൊണ്ടാണ് അവർക്ക് അത് ഹോൾഡ് ചെയ്യാനായിട്ട് ആ ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മള് സെൻസിറ്റീവ് ടു സ്മോൾ ഒബ്ജക്ട്സ് ആണോ? അതെ. അത് ഇതാണോ? സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ ദെയർ 5 സെൻസസ്? അല്ല മാം, സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ് തന്നെ എടുക്കാനുള്ളത്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ? ഈവൻ ദോ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോഴൊക്കെ പലതും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ. സോ പ്ലീസ് മൈന്യൂട്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സ്മോൾ ഒബ്ജക്ട്സ്. യെസ്. ഇനി നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്താലും നമുക്ക് കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അയച്ചു. ഞാൻ വായിക്കാം. Sensitivity to small objects. Children have the craving to pay attention to small objects from 2 years of age.
A toddler for people when taking a stroll in a garden will focus his attention on a ladybird or army of ants zigzag passage instead of looking at the breath. Taking view of sensitivity to small objects is an important development because it helps widen the child's observation and allows the child to concentrate his intellectual powers on a specific problem. Sensitivity to small details draws the child to the finest objects. When the child is drawn to small things, the sensitivity holds the child's attention there for a extended period, the ability to focus. Yes. So sensitivity to small objects അല്ലെങ്കിൽ മൈന്യൂട്ട് ഒബ്ജക്ട്സ്. പണ്ടൊക്കെ ഇങ്ങനെ ഈ ഫ്ലോറ് മൊസൈക്ക വന്ന സമയത്ത് മൊസൈക്കിന് ഇങ്ങനെ ചെറിയ ചെറിയ ചിപ്സ് പോലെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ എത്ര സമയം ഇരുന്ന് വേണമെങ്കിൽ അവരത് ഇങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അവർക്ക് എപ്പോഴും ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള ഒബ്ജക്ട്സിനോടൊരു ഒരു സെൻസിറ്റിവിറ്റി, അതിനോടൊരു അട്രാക്ഷൻ. സ്മോൾ ഒബ്ജക്ട്സ് ഫ്രം 2 years of age ആണ് പറയുന്നത്. ഈ സമയത്ത് കൊച്ചുകുട്ടികൾ അവരെ എപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ശ്രദ്ധ ചെറിയ കിളികള്, പിന്നെ ചിലപ്പോൾ ഉറുമ്പിനെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അതിനെ പിടിക്കാനായിട്ട് പോകും. ആ ഉറുമ്പ് ഇങ്ങനെ പോകുന്നു, അതെല്ലാം ഇങ്ങനെ നോക്കും, ഇങ്ങനെ ശ്വാസം മടക്കി പിടിച്ചിട്ടായിരിക്കും. ആ രീതിയിൽ അത് ഭയങ്കരമായിട്ട് അവർ സെൻസ് യൂസ് ചെയ്യുക. സ്മോൾ ഒബ്ജക്ട്സ് അങ്ങനെ അത് ശ്രദ്ധിക്കുന്നത് അവരുടെ ഡെവലപ്മെന്റിനെ ഭയങ്കരമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഒബ്സർവേഷൻ കൂടുവാണ് അല്ലെ. നമ്മൾ ചെറിയ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഭയങ്കര അറ്റൻഷൻ ആയിട്ട് നമ്മൾ നോക്കും. കുട്ടികളുടെ ഒബ്സർവേഷൻ പവർ കൂടുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു. കോൺസെൻട്രേഷൻ കൂടുമ്പോഴെന്താ, അവരുടെ ഇന്റലക്ച്വൽ പവർ കൂടുന്നു. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊടുക്കുമ്പോൾ അവരുടെ ബുദ്ധി, ചെസ് ഒക്കെ കളിക്കുമ്പോൾ അതല്ലേ ശരിക്കും കോൺസെൻട്രേഷനും ആ ഒരു ഒബ്സർവേഷനും. ഒപ്പണന്റ് ഇരിക്കുന്ന ആളുടെ മൂവ്മെന്റ്, ആ കൈയുടെ മൂവ്മെന്റ് വരെയും അയാളുടെ കണ്ണിന്റെ മൂവ്മെന്റ്, കൈയുടെ മൂവ്മെന്റ് എല്ലാം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. സോ അതാണ്. ഇപ്പൊ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇവരുടെ കോൺസെൻട്രേഷൻ കൂടുന്നു, ഒബ്സർവേഷൻ പവർ കൂടുന്നു, അങ്ങനെ ഇന്റലക്ച്വൽ ലെവൽ കൂടുന്നു. അങ്ങനെ സ്മോൾ ഒബ്ജക്ട്സിന്റെ ആ സ്മോൾ ഡീറ്റെയിൽസ് കുട്ടികളെ ഫൈനസ്, അതായത് ഇപ്പം ചില ആളുകൾ കണ്ടിട്ടില്ലേ മൂവീസ് ഒക്കെ ഇങ്ങനെ കീറി മുറിച്ച് അതിനെ വിശകലനം ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിലിംഗ് വരെയും. ആ ഒരു നമ്മളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ചില കാര്യങ്ങൾ, അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ് ആയിരിക്കാം. സോ അങ്ങനെ ഡീറ്റെയിൽസ് വരെയും അതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ കുട്ടികൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഈ ഇന്റലക്ച്വൽ പവർ ആണ് കൂടുതൽ, കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ. ത്രൂ ദാറ്റ് ഇന്റലക്ച്വൽ പവർ കൂടുന്നു. ഫൈൻ ആയിട്ടുള്ള ഒബ്ജക്ട്സ് അവരുടെ ശ്രദ്ധയിൽപ്പെടും. അങ്ങനെ അവർക്ക് ഫോക്കസിങ്, നല്ല ഫോക്കസിങ് ആയിരിക്കും. നമ്മൾ പറയില്ലേ ചില കുട്ടികൾ ഒരു ശ്രദ്ധയില്ല, അവര് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കും. അത് അവരുടെ ആ ഒരു ഒബ്സർവേഷൻ കോൺസെൻട്രേഷനിലുള്ള പോരായ്മയാണ്. അവരിങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നത്. അവരെ ആദ്യമേ തുടങ്ങി പല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതുപോലെ എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് അവരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് പലതിനോടും താല്പര്യം തോന്നും. ഈ ചില ടോയ്സ് ഒക്കെ കൊടുക്കുമ്പോൾ ചില കുട്ടികൾ അത് ഇങ്ങനെ എന്താ പറയാ എല്ലാം കൂടെ അങ്ങ് അലമ്പാക്കി കളയും. ചിലര് വളരെ ശ്രദ്ധയോട് അത് വെച്ച് കളിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവരുടെ കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ്, ബാലൻസ് അല്ലെ. നടക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് അവരുടെ ബാലൻസ്, ബോഡി ബാലൻസ്, ബോഡിയുടെ എല്ലാ പാർട്സിന്റെയും ബാലൻസ്, കോർഡിനേഷൻ. നമ്മള് ഫസ്റ്റ് യൂണിറ്റിലൊക്കെ നമ്മൾ പറഞ്ഞു ഒരു ഹ്യൂമന്റെ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കമ്പണൻസിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു കോർഡിനേഷൻ എന്നുള്ളത്. ഡാൻസേഴ്സ് അവരുടെ ബോഡിയുടെ ഒരു കോർഡിനേഷൻ അല്ലെ, കൈയും കാലും കണ്ണും തലയും എല്ലാം അതിന്റെ ഒരു കോർഡിനേഷനാണ് അവരുടെ ആ ഡാൻസ് ഫോമിനെ ഭംഗിയാക്കുന്നത്. സോ അതുപോലെ തന്നെ ഇവരുടെ മൂവ്മെന്റിന്റെ കോർഡിനേഷൻ, അത് ഫിസിക്കലി ഡിഫോർമേഷൻ ഒന്നും ഇല്ലെങ്കിൽ, അതായത് ഹാൻഡിക്യാപ്ഡ് പോലെ അല്ലാത്ത നോർമൽ ആയിട്ടുള്ള ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളുടെ ബോഡിയുടെ കോർഡിനേഷൻ നമുക്കറിയാം. ആ ഒരു ഇത് ചിലരുടെ ആക്സിഡൻസ് ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആ ഒരു കോർഡിനേഷനിൽ മാറ്റം വരുന്നതാണ്. നോർമൽ ആയിട്ട് ഹെൽത്തി ആയിട്ട് ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ, ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കോർഡിനേഷൻ വരുന്നത് ഒരു ഏജ്, അതാണ് പറയുന്നത്. സോ പ്ലീസ് റീഡ്. Please.
വായിക്കട്ടെ മിസ്? please വായിക്കൂ. Child enters into this period at about 2.5 till 4 years of age. Coordination of movement means bringing the body under the control of will. It is important to note that existence of the sensitive period for coordination of movement only means that there is a voluntary appetite to perform and repeat movement purely for the sake of gaining after and more precise control. ബോഡിയുടെ കൺട്രോൾ അത് കറക്റ്റ് ആവുന്ന ആ ഒരു സമയം അവരുടെ 2.5 തുടങ്ങി 4 years ആകുമ്പോഴേക്കും ഈ കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് ബോഡി കറക്റ്റ് ആ ബോഡിയുടെ കൺട്രോൾ കറക്റ്റ് വരും. അവർ വീടില്ല, ബാലൻസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, ശരിയായ രീതിയിൽ നടക്കാൻ, കാലിന്റെ മൂവ്മെന്റ്, കാലിന്റെ പോസ്ചർ, പൊസിഷൻ എല്ലാം ശരിയാകും. അപ്പൊ സെൻസിറ്റീവ് പീരീഡ് ഫോർ കോർഡിനേഷൻ ഓഫ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ ഓരോ പ്രാവശ്യം ഈ മൂവ്മെന്റ് ചെയ്യുമ്പോൾ ആ മൂവ്മെന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഈ കൺട്രോൾ കൂടുക. ഇവിടെ റിപ്പീറ്റേഷൻ തന്നെയാണ്. നടന്ന് അവരുടെ ബാലൻസ് കറക്റ്റ് ആവുന്നു അല്ലെ. ആദ്യം നടക്കാൻ തുടങ്ങുമ്പോൾ നടക്കും, വീഴും, വീണ്ടും അവിടെ നിൽക്കും, വീണ്ടും നടക്കും, ചിലപ്പോൾ ഓടും. അങ്ങനെ ആ ഒരു പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ റിപ്പീറ്റഡ്ലി ഉള്ള മൂവ്മെന്റ് അവരെ നല്ലപോലെ അവരുടെ ബോഡിയുടെ കൺട്രോളും കോർഡിനേഷനും കാരണം കുട്ടികൾ നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ എല്ലാരും പറയല്ലേ എടുക്കരുത്, താഴെ നിർത്തുക എന്നിങ്ങനെ പറയാം. അവർ നടക്കട്ടെ. കാലിന്റെ മസിൽസ്, ആ ഫിംഗേഴ്സ് അവര് ബാലൻസ് ചെയ്യണത്, ഫിംഗേഴ്സിന്റെ ഫോഴ്സ് നിലത്ത് അവര് പ്രഷർ ചെയ്യുമ്പോഴാണ് അവർക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് സ്റ്റെപ്സ് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ കൊണ്ടാണ്. പിന്നെ നമ്മളുടെ വീടിന്റെ മിറ്റമൊക്കെ ആണെങ്കിൽ അവരെ നമ്മൾ ചെരുപ്പിടാതെ കുറച്ചു നേരം നടത്തും, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ ആ സമയത്ത് ഇവരുടെ ഒരു ബോഡി കോർഡിനേഷൻ, ആ ഒരു കൺട്രോള് കറക്റ്റ് ആയിട്ട് വരും. ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ വീടിനടുത്തൊരു കൊച്ചിന് അവരിങ്ങനെ പുറത്ത് മുറ്റത്തധികം ഇറക്കാതായ കുട്ടിക്ക് പിന്നെ 5 വയസ്സായിട്ടും അവർ മുറ്റത്തൊന്നും അങ്ങനെ ഇറക്കാതെ വെച്ച് അതിന്റെ ഈ കാലിന്റെ ഷേപ്പ് തന്നെ വേറൊരു രീതിയിലായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിച്ചു, മറ്റുള്ള കുട്ടികളുമായിട്ട് പുറത്തിറങ്ങി കളിക്കാനായിട്ട് തുടങ്ങി, നല്ല രീതിയിൽ നടക്കാനായിട്ടൊക്കെ പിന്നെ ശരിയാവുമായിരുന്നു. മറ്റേത് മണ്ണ് കൊള്ളുമ്പോഴേക്കും അതിന് ചെറുപ്പത്തിലെ ഇറക്കാതെ മണ്ണ് കൊള്ളുമ്പോൾ അതിന്റെ ഈ സ്കിന്നിന്റെ തൊലി അങ്ങോട്ട് ഇളകാനായിട്ട് തുടങ്ങും. പിന്നെ അത് ശരിയായി മെഡിക്കേഷനും അപ്ലൈ ചെയ്യുന്ന അത് ഒക്കെ കൊടുത്ത് പിന്നെ മണ്ണിൽ കുറെ കളിപ്പിച്ച് അങ്ങനെ അത് ശരിയാക്കി നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ നമുക്ക് ഇതാക്കാലോ, മോശമൊന്നും ആയിരിക്കില്ല. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ്. ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. ഒരാളൊരു കാര്യം പറയുമ്പോഴേക്കും അതുപോലെ കിളി ഇങ്ങനെ പോകുമ്പം അതിനെ തിരിച്ചു പോവാനും പിന്നെ മ്യൂസിക്കിനനുസരിച്ച് ഇങ്ങനെ മൂളാനും അതിനനുസരിച്ച് ബോഡി മൂവ് ചെയ്യിക്കാനും പിന്നെ പട്ടിയൊക്കെ കുറയ്ക്കുമ്പോൾ അത് കേട്ട് അതിന് ആൻസർ ചെയ്യാനും അങ്ങനെയൊക്കെ കുട്ടികൾ ശ്രമിക്കുന്നതാണ്. സോ വായിച്ചോളൂ. Sensitivity to language begins early in the child's life. The baby begins to replicate the speaking sounds it hears. The baby hears sounds, musical melodies, dog barking, etc. The fact that he does not imitate these sounds shows that babies possess sensitivity towards human language. In the case of language, it seems that the absorbent mind of the child makes a creative achievement unconsciously under the sense of a special sensitivity that enables it to select certain sounds from all the other phenomena in the environment. ഓക്കെ, നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ വലുതായപ്പോ നമ്മൾക്കും ഓർമ്മയുണ്ടാവും അവരിലെ ലാംഗ്വേജ് ഫോർമേഷൻ, അവരാദ്യം വിളിച്ചത് അങ്ങനെയുള്ള പല വാക്കുകളും അമ്മ അങ്ങനെ പിന്നെ ടാറ്റ എന്നൊക്കെ അവർ പറയില്ലേ. ചിലത് ആക്ഷൻസിലൂടെ അവർ കാണിക്കും. പിന്നെ എന്തെങ്കിലും മ്യൂസിക് കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കും. പിന്നെ എന്തെങ്കിലും ശബ്ദം അനിമൽസിന്റെ ആണെങ്കിലും പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കും. ചിലർ അതിനെ റിപ്പീറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും. ലാംഗ്വേജ് ശരിക്കും ഇമിറ്റേഷൻ തന്നെയാണ്. പിന്നെ സംടൈംസ് ഇവര് ഹ്യൂമൻ ലാംഗ്വേജ് ഒരാൾ പറയുന്ന പോലെ തന്നെ അതുപോലെ തന്നെ പറയാനായിട്ട് ശ്രമിക്കും. അബ്സോർബന്റ് മൈൻഡാണ് കുട്ടിയുടെ, അവരത് പിടിച്ചെടുക്കുക. അത് അങ്ങനെയാണ് അവരിൽ ആ ഒരു ലാംഗ്വേജ് ഫോർമേഷൻ ശരിക്കും നടക്കുന്നത്.
അപ്പൊ നമ്മൾ പറയില്ലേ കുട്ടികളോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, അവരിങ്ങനെ കളിപ്പിക്കുന്ന സമയത്തൊക്കെ ഓരോന്നിങ്ങനെ പറയാന്നൊക്കെ. അപ്പൊ അവര് നമ്മളുടെ ചുണ്ടിലേക്ക് തന്നെ ലിപ് മൂവ്മെന്റ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം. അവരും എന്തൊക്കെയോ അവരുടേതായ ഒരു ലാംഗ്വേജിൽ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ചില ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ അവർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ മ്യൂസിക്കിന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ടിവിയില് ഡാൻസ് ഫോമോ അല്ലെങ്കിൽ മ്യൂസിക് എന്തെങ്കിലും കാണുമ്പോൾ അത് ശ്രദ്ധിക്കും, അതിനനുസരിച്ച് ബോഡി മൂവ്മെന്റ് കാണിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ പലതും ആ ഒരു സെൻസിറ്റിവിറ്റിയാണ്, സൗണ്ടിനോടും വിഷ്വൽസിനോടും അവർക്കുള്ള ഒരു സെൻസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് അവരിൽ ഈ ഒരു ലാംഗ്വേജ് ഫോർമേഷൻ വരുന്നത്. പിന്നെ ഹ്യൂമൻ സൗണ്ട്സ് അല്ലാതെയുള്ള സൗണ്ട്സിനോട് അവർ റെസ്പോൺസ് കാണിക്കുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഹ്യൂമൻ സൗണ്ട്സിനോടായിരിക്കും അവർ കൂടുതൽ സെൻസിറ്റീവ്. ചില കുട്ടികൾ എല്ലാ സൗണ്ട്സിനോടും സെൻസിറ്റീവ് ആയിരിക്കും. സംടൈംസ് അവര് ഹ്യൂമൻ സൗണ്ട്സിനോട് ആയിരിക്കും സെൻസിറ്റീവ്. ചിലപ്പോൾ പറയില്ലേ, അച്ഛന്റെ ശബ്ദം ദൂരെന്ന് കേൾക്കുമ്പോഴേ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ വണ്ടിയുടെ ശബ്ദം ദൂരെന്ന് കേൾക്കുമ്പോഴേ, അങ്ങനെയൊക്കെ ചില കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നത് കാണാറുണ്ടല്ലോ. കാരണം അവർക്ക് ഭയങ്കര അടുപ്പുള്ള ആളുടെ ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും അവർ റെസ്പോണ്ട് ചെയ്യും. ഭയങ്കരമായിട്ട് അവരുടെ ആ ഒരു ബോഡിയിലും അവരുടെ മുഖത്തും ആ ഒരു വ്യത്യാസമൊക്കെ ഉണ്ടാവുമായിരിക്കും. സൗണ്ട് എപ്പോഴും അവര് സെൻസിറ്റീവ് തന്നെയാണ് സൗണ്ടിനോട്. അത് അവരുടെ ലാംഗ്വേജ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നു, ലാംഗ്വേജ് ഫോം ചെയ്യുന്നു. അപ്പൊ നമ്മൾ അവരോട് അങ്ങനെ സംസാരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അവർ ആ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കും. ചിലപ്പോ നമ്മൾ പറയുന്ന അതേപോലെ തന്നെ അവർക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും സംവാട്ട് സിമിലർ അവർ അവരുടേതായ രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കും. അത് ആ ഒരു ചെറിയ പ്രായത്തിലെ ലാംഗ്വേജ് ഫോർമേഷൻ 1 years ആ ഒരു ടൈമൊക്കെ ആവുമ്പോഴാണ്. നെക്സ്റ്റ് സോഷ്യൽ ആസ്പെക്ട്സ്, ലൈഫിലെ പല സോഷ്യൽ ആസ്പെക്ട്സിലേക്കും കുട്ടികൾ അവർ കൂടുതലും പുറത്തു പോകാനും സൊസൈറ്റിയുമായിട്ട് അവർ കൂടുതൽ കണക്ട് ആവുന്ന ഒരു പ്രായം ആ ഒരു 2.5 years ശേഷം. സോ സെൻസിറ്റീവ് ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. ഓക്കെ, വായിച്ചോളൂ. Sensitivity to social aspects of life. Sensitivity to social aspect of life begins at 2.5 years of age. Children reward special attention to other children of their own age. Children at about 3 are in learn some play. The work of sensitivity period of facilitate recognizable affections and friendship to develop. In this way, the child learns to part of a group. ഓക്കെ, സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുന്നത് മേ ബി അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ട് അവർ കൂടുതൽ കണക്ട് ആവുന്നു. അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മളൊരു ഒത്തിരി കുഞ്ഞു പ്രായത്തിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ചില കുട്ടികൾക്ക് ഒട്ടും ഇങ്ങനെ പറ്റുന്നുണ്ടാവില്ല. ആൾക്കാരെ കാണുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അവര് കരയാനോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ചില കുട്ടികളിൽ കാണാം നമുക്ക്. സോ ചിലര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും പുറത്തു പോകുന്നതൊക്കെ, അങ്ങനെയും നമുക്ക് കാണാം. അവര് ഭയങ്കരമായിട്ട് അത് ആ ഒരു അവർക്ക് പുറത്തുനിന്ന് അവര് കയറാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ. അപ്പൊ ഈ ലോൺസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ, അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ ആ ഒരു രീതിയിലുള്ള കുട്ടികളാണ് പറയുന്നത്, ഒരു 3 വയസ്സൊക്കെ ഉള്ള സമയത്തുള്ളത്. അപ്പൊ സെൻസിറ്റീവ് ടു സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഈ ഒരു 2.5 years ഓഫ് ഏജ് ആ ഒരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മറ്റു കുട്ടികളെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. അവരുടെ തന്നെ ഏജിലുള്ള മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനും അവരുമായിട്ട് പ്രത്യേകം അവരുടെ ഒരു ശ്രദ്ധ കാണും. നമ്മൾ പലപ്പോഴും പല വീഡിയോസ് വാട്സാപ്പിൽ കാണാറുണ്ട്. ഒരേ ഏജിലുള്ള കുട്ടികൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഭയങ്കര കമ്മ്യൂണിക്കേഷൻ നമുക്ക് കാണാൻ പറ്റും. കയ്യിലുള്ളത് ഷെയർ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ട്വിൻസ് ഉള്ളവർക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. 3 വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഈ ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന ആ ഒരു ലോൺസം എന്ന് പറഞ്ഞാൽ ലോൺലി സോളിറ്ററി ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്ന രീതിയിൽ സെൻസിറ്റീവ് പീരീഡ് ആണ് ഈ ഒരു ടൈമിൽ. സെൻസിറ്റിവിറ്റി ടുവേഴ്സ് ഓൾ ദ പോയിന്റ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെൻസിറ്റീവ് പീരീഡ് അവരെ ഹെൽപ്പ് ചെയ്യുവാണ് ഈ അഫെക്ഷൻസ്, ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം കെയർ ഗീവർ, മദർ ആകാം, വേറെ ആരെങ്കിലും ആവാം, ഫാദർ ആവാം, ഗ്രാൻഡ് പാരന്റ്സ് ആകാം, സിബ്ലിങ്സ്, ചേട്ടൻ മൂത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഇവരോട് കാണിക്കുന്ന കെയറിങ്, അഫെക്ഷൻ അതൊക്കെ അവർ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. അവർക്കത് ഇഷ്ടാവുകയും ചെയ്യും. അത് അവർ ഭയങ്കരമായിട്ട് അതിന് സെക്യൂർ ആക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഏജിലുള്ള കുട്ടികളുമായിട്ട് ഭയങ്കര ഒരു അടുപ്പം ഉണ്ടാവും ആ ഒരു പ്രായം. ഇതെല്ലാം ആ ഒരു സെൻസിറ്റിവിറ്റി ഒക്കെ ഫോം ചെയ്ത് അങ്ങനെ അവരൊരു ഗ്രൂപ്പിന്റെ പാർട്ടാവും. ഒരു കളിക്കുമ്പോ അല്ലെങ്കിൽ വീട്ടിലൊരു കാര്യത്തില് അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ പാർട്ടായിട്ട് ഇവര് മാറും. ഇതാണ് സോഷ്യലൈസ് ചെയ്യുന്നത്. സോഷ്യൽ ആസ്പെക്ട്സിലേക്ക് സെൻസിറ്റീവ് ആവുന്നതിന്റെ ഒരു
ആ ഒരു ഏജും ആ ഒരു ടൈമിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും. വളരെ കുഞ്ഞിലെ ഒരു പക്ഷെ അവർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. പരിചയമില്ലാത്ത ഒരു സറൗണ്ടിങ്സിലേക്ക് പോകുന്നത്, പരിചയമില്ലാത്ത ആളുകളെ കാണുന്നത്. ബട്ട് ആ ഒരു ഏജ് കഴിയുമ്പോഴേക്കും അവര് പലതും അവർക്ക് കൂടുതലും മോൺ ഏജിലുള്ളവരായിട്ട് കളിക്കുന്നു, അവരോട് ഇഷ്ടം കാണിക്കുന്ന, ചിരിക്കുന്നവരെ നോക്കിയാൽ ചിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ കൂടുതലുള്ള ഒരു ഏജാണ് ഈ ഒരു സമയം. ഓക്കെ, അപ്പൊ നമ്മൾക്കറിയാം കുട്ടികളെ റൈറ്റ് എൻവയോൺമെന്റിൽ തന്നെ നമ്മൾ വളർത്തണം. സോ അപ്പോഴാണ് ഇവരുടെ ഈ ഉള്ളിലുള്ള ഇന്റേണൽ ഈ സെൻസിറ്റിവിറ്റിയും അബ്സോർബൻ മൈൻഡും ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യുള്ളൂ. ഇത് മാത്രമല്ല, ഇവർക്ക് നമ്മളിപ്പോ റൈറ്റ് എൻവയോൺമെന്റ് മാത്രം തന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും, അതായത് മെന്റലി ഫിസിക്കലി ഇവർക്ക് നറിഷ്മെന്റ് നടക്കണം. അതായത് ഫിസിക്കലി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണങ്ങൾ, നല്ല പ്രോട്ടീൻ, വൈറ്റമിൻ, അങ്ങനെ റിച്ച് കണ്ടന്റ് ആയിട്ട് ഒരു കുട്ടിയുടെ ബോഡിക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഫുഡ് കൊടുക്കുമ്പോൾ ഫിസിക്കലി ഉള്ള നറിഷ്മെന്റ് നടക്കും. അതുപോലെ തന്നെ മെന്റലി അവരുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ പോസിറ്റീവ് ഇതും ആ ഒരു എൻവയോൺമെന്റ് ഉണ്ടെങ്കിൽ മെന്റലി ഉള്ള നറിഷ്മെന്റ് നടക്കും. ഈ രണ്ട് സൈഡിലും മാൽ നറിഷ്മെന്റ് ആണെങ്കിൽ, മോശമായ, അതായത് ഇത് രണ്ടും പ്രൊമോട്ടഡ് ആകാത്ത രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. നറിഷ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചെടികൾക്കൊക്കെ നല്ലപോലെ വെള്ളവും കൊടുക്കുമ്പോൾ നല്ല നറിഷ്ഡ് ആയിട്ട് ഇരിക്കുന്നു നമ്മൾ പറയല്ലേ, നല്ല പുഷ്പിച്ച് പരിപോഷിച്ചിരിക്കുന്നു നമ്മൾ മലയാളത്തിൽ പറയും. അത് അവർക്ക് വേണ്ടത് ആ ഒരു ചെടിക്ക് വളരാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ്. അത് വെള്ളമായാലും വളമായാലും അതിനാവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കണം, നല്ല രീതിയിൽ മണ്ണുണ്ടാകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോഴാണ് ആ ചെടി നല്ല നറിഷ്ഡ് ആയിട്ട് വരുന്നത്, പുഷ്പിച്ച് വരുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും അതുപോലുള്ള ഒരു റൈറ്റ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവര് മോർ സെൻസിറ്റീവ് ടു ഓൾ ദ ആസ്പെക്ട്സ്, എല്ലാ സൈഡിലേക്കുമുള്ള അവരുടെ സെൻസിറ്റിവിറ്റി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് വിൽ ഡെവലപ്പ് ദം ടു മൂവ് ഫോർവേഡ്. അത് അവരുടെ ഫിസിക്കലി മെന്റലി ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഹെൽപ്പ് ചെയ്യും. നമുക്കത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്ന് വായിക്കൂ. സെൻസിറ്റീവ് ടു ഓർഡർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു വലിയൊരു കഥയും പറഞ്ഞു, മറിയാം മോണ്ടിസോറി ഇൻവോൾവ് ആയ ഒരു കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അതിന്റെ സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ 5 സെൻസസ്. 5 സെൻസസ് വെച്ചിട്ട് അവര് ലേണിംഗ് പ്രോസസ് നടത്തുന്നത്. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ഏതെങ്കിലും സെൻസസ് യൂസ് ചെയ്ത് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിച്ചോ? ചെയ്തോ? ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഓഡിയോ അത് അവര് ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ആക്ഷൻസ്, വിഷ്വൽ, ഈ 2 സെൻസസ് എന്തായാലും നമുക്ക് വേണം. അത് വെച്ചിട്ടേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നടന്നത് ത്രൂ ദീസ് 2 സെൻസസ്, ഓഡിയോ ആൻഡ് നമ്മുടെ ആക്ഷൻസ്, ആക്ടിവിറ്റി അല്ലെ. അതുകൊണ്ടാണ് ആക്ഷൻ സോങ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. എല്ലാ ട്രെയിനേഴ്സും ഒരു ആക്ഷൻ സോങ് നല്ലപോലെ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കുട്ടികൾ ഇരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്ത് ഒരു 30 സെക്കൻഡ്സ് വരുന്ന ഒരു ആക്ഷൻ സോങ് ഇതിന്റെ വീഡിയോ, നല്ല ക്ലിയർ ഉള്ള വീഡിയോ എടുത്ത് സേവ് ചെയ്ത് വെക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടതാണെന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. റെഡിയാക്കി വെച്ചോട്ടോ. സോ നമ്മൾ എന്തോ ഒരിക്കൽ കൂടെ പറയാനാണോ? അതെ മാം. ഒരു ആക്ഷൻ സോങ് പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മളുടെ മുന്നില് KG കുട്ടികള്, ചെറിയ കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അവരെ നമ്മൾ ചെയ്ത് കാണിക്കുന്ന പോലെ ഒരു ആക്ഷൻ സോങ് വീഡിയോ എടുത്ത്, ബാക്ക്ഗ്രൗണ്ട് നല്ല ക്ലിയർ ആയിരിക്കണം, പ്ലെയിൻ ആയിരിക്കണം. വീഡിയോ എടുത്ത് നിങ്ങളുടെ ഓഡിയോ വീഡിയോ നല്ല ക്ലിയർ ആയിരിക്കണം. 30 സെക്കൻഡ്സ് മതി. ആ രീതിയിലുള്ള ആക്ഷൻ സോങ് വീഡിയോ എല്ലാരും എടുത്തു വെക്കണം. മെസ്സേജ് ആയിട്ട് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. സാർ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഫോൺ നമ്പർ തരാം, വാട്സപ്പ് ചെയ്യാനായിട്ട്, അതിലേക്ക് സെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ റെഡിയാക്കി വെച്ചോളൂ, പറയാം. എല്ലാ ബാച്ചിനും ഉള്ളൊരു ആക്ടിവിറ്റിയാണ്. മലയാളമാണോ ആക്ഷൻ സോങ്, അത് ഇംഗ്ലീഷ് ആണോ? അപ്പൊ ആരോ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ അവര് ചോദിച്ചു, ശരിക്കും കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ചെയ്തോളാം പറഞ്ഞു. തേർട്ടി സെക്കൻഡ്സ് കുറവാണോ? 1 മിനിറ്റ് വേണോ? നോക്കൂ, ആദ്യം ഒരു ട്രയൽ ഒക്കെ എടുത്ത് നോക്കൂ.
1 minute വേണമെങ്കിൽ 1 minute അപ്പൊ വലിയ ലോങ് വീഡിയോ ആവരുന്നത് മാത്രം. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, റൈറ്റ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികളില് സെൻസിറ്റീവ് പീരീഡ്, ആ ഒരു 6 സെൻസിറ്റീവ് പീരീഡിന്റെ എഫക്റ്റ് എന്താന്ന് നോക്കുക. മാൽ നറിഷ്മെന്റ് ആണെങ്കിൽ, ശരിയായ രീതിയിൽ നറിഷ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങളും. ഓക്കെ, പക്ഷെ അതിന്റെ ഒരു ആ റൈറ്റ് എൻവയോൺമെന്റ് അല്ല, മാൽ നറിഷ്മെന്റ് ആണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അതായത് ഒരു ചെടീനെ വെയിൽ കിട്ടാത്തിടത്തും വെള്ളം കിട്ടാത്തിടത്തും കൊണ്ട് വയ്ക്കുമ്പോ ആ ചെടി മുരടിച്ചു പോകൂലേ, അതുപോലെ തന്നെ കുട്ടികൾക്കും. മലയാളം ആക്ഷൻസ് ഒന്നും പറ്റില്ല, ഇംഗ്ലീഷ് തന്നെ വേണം. ആക്ച്വലി മോണ്ടിസോറി മെത്തേഡ് ഇസ് ഓൺലി ഇംഗ്ലീഷ് മീഡിയം ആണ്. ത്രൂ ഇംഗ്ലീഷ് ആണ് നമ്മളിത് ഈ ലേണിംഗ് പ്രോസസ് പോകേണ്ടത്. ഓക്കെ, സോ ഫൈൻ. ഈ ഒരു ടോപ്പിക് മനസ്സിലായെന്ന് തോന്നുന്നു. മാൽ നറിഷ്മെന്റ് റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ കുട്ടികളിൽ ആ ഒരു മാൽ നറിഷ്മെന്റ് സംഭവിക്കുവാണെങ്കിൽ അവരുടെ ഓരോ സെൻസിറ്റീവ് പീരീഡിലും ഓരോ സെൻസിറ്റീവ് ആയിട്ടുള്ള ആ പോയിന്റ്സിൽ എന്തെല്ലാമാണ്, ഓർഡറിൽ എന്ത് സംഭവിക്കുന്നു, ലേണിംഗ് പ്രോസസ്സിൽ എന്ത് സംഭവിക്കുന്നു, കുട്ടി സെൻസിറ്റീവ് ടു മൈന്യൂട്ട് ഒബ്ജക്ട്സ് ഉണ്ട്, സ്മോൾ ഒബ്ജക്ട്സ്, അവിടെ എന്താണ് ഈ നറിഷ്മെന്റ് ശരിയല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെ ഓരോരോ സെഷനിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ്. ഫസ്റ്റ് 2, 1 and 2 റീഡ് ചെയ്തോളൂ. ആരാ വായിക്കുക? First, sensitivity to order. If the sensitivity to order is lacking, the child may not be able to turn himself and create a mental picture of the world. Hence, he will feel very anxious and he have no confidence in himself. Second, sensitivity to learning through their 5 senses. If the child is disposed of the right environment during this period, example, the child is not allowed to explore with the material, it will inhibit the child from learning. Furthermore, the child may become more disaffected. This may be due to poor development of will, as he has little or no opportunity to work with the materials in his environment. This in turn will lead to poor concentration. It would be difficult for the child to make comparison and judgment because the sensory exploration and exercise are meant to refine these powers of the child. Okay. സോ നമ്മൾ ആദ്യം പറഞ്ഞു സെൻസിറ്റീവ് ടു ഓർഡർ. നമ്മളുടെ ആ കുഞ്ഞിന്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലെ, ശരിക്കും ആ കുട്ടി അതിന് ആ ഓർഡർ എന്നുള്ളത് അതിൽ ഫോം ചെയ്തു, നല്ല രീതിയിൽ നറിഷ്ഡായി. അതേസമയം നമ്മൾ നല്ലൊരു എൻവയോൺമെന്റ് അല്ല ഒരു കുട്ടിക്ക് കൊടുക്കുന്നെങ്കിൽ ആ കുട്ടിക്ക് സ്വയം ക്രിയേറ്റീവ് ആകാൻ പറ്റില്ല. പലപ്പോഴും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു പിക്ചർ കിട്ടില്ല അവന്റെ മനസ്സിൽ. എപ്പോഴും ഒരു സംശയം, ആങ്ഷ്യസ്, ഒരു ടെൻഷൻ, അങ്ങനെ പോലെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ. ശരിയായ ഒരു എൻവയോൺമെന്റിൽ ആ കുട്ടി വളർന്നു വന്നിട്ടില്ല, അത് ആ എൻവയോൺമെന്റിലെ പല ഫാക്ടേഴ്സുമായിട്ട് സെൻസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ ഈ ഓർഡർ അവന്റെ ഫോം ചെയ്യില്ല. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, കുഞ്ഞിനറിയാം, ഇപ്പൊ സാധാരണ കുട്ടികളെ പറയില്ല, ചെറുപ്രായമായ ആൾക്കാരെ രാവിലെ തന്നെ അവരെ എണീക്കുമ്പോ തന്നെ വേഗം കുളിപ്പിച്ചവരെ നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിപ്പിച്ചിരുത്തണം, എന്നിട്ട് ഭക്ഷണം കൊടുക്കണം, പിന്നെ ഉറങ്ങേണ്ട ടൈം ആകുമ്പോൾ അവരെ ഉറക്കണം. അങ്ങനെ ചെറിയ കുട്ടികളുടെ കാര്യം അത് ആ തെറ്റാതെ, ആ ഒരു ഓർഡർ തെറ്റാതെ ചെയ്യണമെന്ന് പ്രായമായ ആൾക്കാരെ നമ്മളോട് പറയും അല്ലെ. അപ്പൊ അവരിൽ കറക്റ്റ് ആ ഒരു യൂറിൻ കുറേക്ഷമ വലുതാകുമ്പോ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു ഇന്റർവെല് നമുക്ക് മനസ്സിലാകും, അവരുടെ മോഷൻ പോകുന്ന ആ ഒരു ടൈം നമുക്ക് മനസ്സിലാകും അല്ലെ, അവരുടെ ഉറങ്ങുന്ന ടൈം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു റുട്ടീനിലെ ആ ഒരു ഓർഡർ മനസ്സിലാവും. അതേസമയം നമ്മൾ രാവിലെ എണീക്കുമ്പോ തന്നെ കുട്ടിയെ കുളിപ്പിക്കുന്നില്ല, അതിന് സമയത്ത് ഭക്ഷണം കൊടുക്കുന്നില്ല, അത് തെറ്റുമ്പോ തന്നെ കുട്ടിക്ക് അവിടെ ഫിസിക്കലി ഉള്ള നറിഷ്മെന്റ് അവിടെ ഡൗൺ ആവുകയാണ്. അതുപോലെ തന്നെ ഓരോ ഏജിലും കുഞ്ഞിനെ എന്തൊക്കെ ടോയ്സ് അല്ലെങ്കിൽ എന്തൊക്കെ കളികളിലേക്ക് അല്ലെങ്കിൽ എന്തെല്ലാം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ഈ വേൾഡുമായിട്ട് കണക്ട് ആവുന്നില്ല. ഇവര് പലപ്പോഴും എൻവയോൺമെന്റുമായിട്ട് അവർക്ക് കണക്ഷൻ വരുന്നില്ല. എൻവയോൺമെന്റ് ആയിട്ട് കണക്ഷൻ വരാത്ത, ഞാനൊരു ഇവിടുത്തെ റെന്റിന് താമസിക്കുന്ന സമയത്ത് ഞാൻ മുകളിലായിരുന്നു താമസിച്ചത്, ഓണർ താഴെയുണ്ട്. എന്റെ മോള് എന്റെ മോൾ അന്ന് 2.5 വയസ്സാണ്. താഴെയുള്ള ആ മോൾക്ക് 3.25 വയസ്സോ 3.5 വയസ്സ്, ശരി മോളെക്കാളും വലുതാണ്.
അവരാ കുട്ടിയെ പുറത്തിറക്കില്ല, ജനലും വാതിലും ഒന്നും തുറക്കില്ല, അടച്ചു വെക്കും. സ്കൂളിൽ നഴ്സറി അതിലോ വിടുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്ത് കൊണ്ടിടും. എന്നിട്ട് നമ്മളുടെ മുകളിലേക്ക് കയറുന്ന സ്റ്റെയറിന്റെ അവിടെ ഇവരുടെ ഫ്ലോറുമായിട്ട് കണക്ട് ചെയ്യുന്ന അവിടെ ഒരു ഗ്രില്ല് പോലെ ഇട്ടേക്കുക. ഇത് ഗ്രില്ലിൽ നിന്നുകൊണ്ട് വിളിക്കും, ഇവര് വിടില്ല. അങ്ങനെ ആ കുട്ടി ഭയങ്കരമായിട്ട് അതിന്റെ എന്താ പറയുക, +2 കഴിഞ്ഞു കേട്ടോ. ആ കുട്ടിക്ക് എന്താ പറയാ, ഇത് സംസാരം അതിന്റെ ശരിയല്ലായിരുന്നു, ഹൈജീൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒട്ടും ഇങ്ങനെ ജനലും വാതിലും ഒക്കെ തുറക്കാതായിട്ട് ഈ എന്താ പറയാ അങ്ങനെ ഒരു സ്മെല്ലും അങ്ങനെ. പിന്നെ ശരിയായ രീതിയിൽ ആ കുട്ടി മോഷൻ, യൂറിൻ ആ 3.5 വയസ്സിലും അതിന് പറയാൻ അറിയില്ല. ഈ ഒരു സെൻസ് വരുമ്പോഴേക്കും അതിനത് പറയാൻ അറിയില്ല. അങ്ങനെ അവരുടെ റൂമൊക്കെ ഭയങ്കര വൃത്തികേടൊക്കെ ആവുമായിരുന്നു. അങ്ങനത്തെ ഒരു പിന്നെ പല്ലൊന്നും ശരിക്കും തേക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര രോഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും എൻവയോൺമെന്റുമായിട്ട് ആ കുട്ടി ഒട്ടും കണക്റ്റഡ് അല്ല, അതിനെ പുറത്ത് വിടില്ല. പുറത്തേക്ക് എങ്ങാനും ഇറങ്ങുമ്പോഴേക്കും അതിന്റെ ഒരു സന്തോഷം നമ്മൾ കാണണം. അപ്പോഴും ആ കുട്ടി സംസാരിക്കില്ല, വ്യക്തമാവില്ല സംസാരിക്കുന്നത്. 3.5 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ആലോചിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യണം എന്നാ പറയുന്ന കുട്ടികളാണ്. അപ്പൊ അവർ കൂടുതൽ സെൻസിറ്റീവ് ആവും, അവരിൽ ഓർഡർ ഫോം ചെയ്യും ഓരോന്നും ചെയ്യേണ്ടത്. ആ ഒരു ഇത് അതാണ് സെൻസിറ്റിവിറ്റി ഓർഡറിൽ പറയുന്നത്. ഈ വേൾഡിനുമായിട്ടൊരു ആ ഒരു പിക്ചർ അവർക്ക് കിട്ടുന്നില്ല. ഭയങ്കര ആൻഷ്യസ് ആയിരിക്കും, കോൺഫിഡൻസ് ലെവൽ കുറവായിരിക്കും. അങ്ങനെ പിന്നെ സെൻസിറ്റീവ് ടു ലേണിംഗ് ത്രൂ 5 സെൻസസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പലപ്പോഴും മോണ്ടിസോറി മെത്തേഡിൽ കുട്ടികളെ പല ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ഈ 5 സെൻസസ് യൂസ് ചെയ്തിട്ടാണ്. പക്ഷെ ഈ ഒരു ടൈമില് ഇവർക്ക് ആ ഒരു 5 സെൻസസിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പൊ പല ടോയ്സും ഏജ് അനുസരിച്ച് അവർ മാർക്ക് ചെയ്യുന്നത്. 1+, 2+, 3+ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് ടോയ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏജിനനുസരിച്ച് ഡ്രസ്സ് വാങ്ങും. പക്ഷെ പലപ്പോഴും ടോയ്സ് വാങ്ങുന്നതിൽ ഒരു ശ്രദ്ധ കാണിക്കാറില്ലെന്നും. ഇങ്ങനെ വരുമ്പോ ഇവരുടെ ലേണിംഗ് അത് കുറഞ്ഞു വരും. ഈ ആ ശരിയായ ഒരു റൈറ്റ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പീരീഡില് ഇങ്ങനെ പുറത്തേക്ക് കുട്ടികളെ ഇറക്കുന്നില്ല, അത് തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആ ലേണിംഗ് 5 സെൻസസ് യൂസ് ചെയ്തിട്ടുള്ള ലേണിംഗ് അവരിൽ കുറയും. അങ്ങനെ അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് ഓഫ് വിൽ എന്ന് പറയുന്നത് അവരുടെ മാനസിക വളർച്ച, അതും എല്ലാം വളരെ പൂർ ആയിരിക്കും. അവർക്ക് ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ് മെറ്റീരിയൽസുമായിട്ട് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് കുഞ്ഞിലെ ആയിരുന്നപ്പോഴും നമുക്ക് ടോയ്സ് ഒക്കെ വാങ്ങിത്തരുമ്പോ പാരന്റ്സ് കുറെയൊക്കെ അങ്ങനെയൊക്കെ ഒരു ഐഡിയയിലൊക്കെ തന്നെയാണ് വാങ്ങിത്തരുക. നമ്മളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഷാർപ്പ് എഡ്ജസ് ഉള്ളതൊന്നും വാങ്ങിത്തരില്ല, വായിൽ വെച്ച പ്രശ്നമുള്ള രീതിയിലൊന്നും വാങ്ങിത്തരില്ല, അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു ഏജ് ഒക്കെ വരുമ്പോഴാണ് പെൺകുട്ടികൾക്ക് ഡോളിനോട് താല്പര്യം വരുന്നു, അതിനെ കുളിപ്പിക്കുക, അങ്ങനത്തെ ഒരു ഗെയിം ഒക്കെ അവര് ചെയ്യുന്ന സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യും. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും ഡോളിന്റെ ഒരു ക്വാളിറ്റി അങ്ങനെ വായിൽ വെച്ചാലോ എന്ന് വിചാരിച്ച്. ഈ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ ആ സെൻസസ് യൂസ് ചെയ്ത് അവര് ലേണിംഗ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും കമ്പാരിസൺ, ജഡ്ജ്മെന്റ് അങ്ങനെയുള്ളതൊന്നും അവരില് ആ ഒരു പവർ ഒന്നും കുഞ്ഞിനുണ്ടാവില്ല. നമ്മൾ പറഞ്ഞല്ലോ കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയാസ് അവർക്ക് വരുന്നുണ്ട് ആഫ്റ്റർ 3 ഇയേഴ്സ്. അപ്പൊ ഈ ഒരു സമയം ഇവര് ആ ഒരു ചെറിയ പ്രായത്തില് എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴാണ് ഈ കോൺക്രീറ്റ് ഐഡിയാസ് അവരിലേക്ക് വരുന്നത്. കോൺക്രീറ്റ് അല്ല, അബ്സ്ട്രാക്ട് ഐഡിയാസ് ലൈക്ക് സത്യം പറയുക അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ആ ഒരു ഫസ്റ്റ് അവർക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ, എന്ന് വെച്ചാൽ ടച്ച് ചെയ്ത ഉള്ളത് അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ. അത് പിന്നെ അവർക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് പോകണമെങ്കിൽ ഇനീഷ്യലി അവര് കോൺക്രീറ്റ് ഒബ്ജക്ട്സുമായിട്ട് ഫെമിലറൈസ് ആകണം. നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ കുഞ്ഞു പ്രായത്തിലെ സത്യം നീതി എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ആ ഒരു ചെറിയ പ്രായത്തിലെ കോൺക്രീറ്റ് ഒബ്ജക്ട്സുമായിട്ടായിരിക്കും ഇവർക്ക് കൂടുതൽ അവര് ഹാൻഡിൽ ചെയ്യുന്നത്. കുറച്ച് വലുതാവുമ്പോൾ അവർക്ക് ശരി തെറ്റ് അങ്ങനെയൊക്കെ മനസ്സിലാകുന്നത്, അതായത് അബ്സ്ട്രാക്ട് തിങ്കിങ്, അബ്സ്ട്രാക്ട് ഐഡിയാസ് മനസ്സിലാകുന്ന രീതിയിലൊക്കെ പോകുന്നെങ്കിൽ റൈറ്റ് എൻവയോൺമെന്റ് ആദ്യമേ തുടങ്ങി തന്നെ അവര് ആ സെൻസിറ്റീവ് പീരീഡിൽ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. മാൽ നറിഷ്മെന്റ് ആണെങ്കിൽ ഇതിന്റെ ഡെവലപ്മെന്റ്, മനസ്സിന്റെ വളർച്ചയൊന്നും ശരിയായ രീതിയിൽ നടക്കില്ല. നെക്സ്റ്റ് സെൻസിറ്റിവിറ്റി ടു സ്മോൾ ഒബ്ജക്ട്സ്, മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ സെൻസിറ്റിവിറ്റി. അത് കഴിഞ്ഞ ക്ലാസ് ഞാൻ NTA 11:30 ക്ലാസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ലേറ്റ് ആവുകയും ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇരിക്കാം.
So sensitive to minute objects. Yes, please. ആരാ റെഡിയ? സ്മോൾ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ മൈന്യൂട്ട് ഒബ്ജക്ട്സ്. അവിടെ നമ്മൾ റൈറ്റ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ്? ശരിക്കും കുട്ടി ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടുന്നത്, അവരുടെ അറ്റൻഷൻ പവർ കൂടുന്നത് എല്ലാം ഈ ഒരു മൈന്യൂട്ട് ഒബ്ജക്ട്സുമായിട്ട് അവർ ഡീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞു അല്ലെ. എൻവയോൺമെന്റിലുള്ള പല മൈന്യൂട്ട് കാര്യങ്ങൾ മുമ്പിനെ ശ്രദ്ധിക്കും, ചെറിയ കിളികളെ കാണുമ്പോൾ അതിനെ ശ്രദ്ധിക്കും, തുമ്പി, ബട്ടർഫ്ലൈ കപ്പൂപ്പ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരിങ്ങനെ വളരെ സൂക്ഷ്മമായി നോക്കും. അപ്പൊ ഈ ഒരു ടൈമിൽ റൈറ്റ് എൻവയോൺമെന്റ് അതിന് വേണ്ടുന്നത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവരുടെ എന്താ കോൺസെൻട്രേഷൻ ആ ഒരു ഇത് വരില്ല. ഇന്റലക്ച്വൽ പവറിലേക്ക് ഇവരെ എത്തിക്കുന്നത് മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആയിട്ട് ഇവര് കണക്റ്റഡ് ആകുമ്പോഴാണ്. അപ്പൊ മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സുമായിട്ട് കണക്റ്റഡ് ആകാതെ വരുമ്പോൾ അത് അവരുടെ ഇന്റലക്ച്വൽ ലെവലിനെ ബാധിക്കും, അവരുടെ അറ്റൻഷൻ പവറിനെ ബാധിക്കും, കോൺസെൻട്രേഷൻ ലോ ആകും. ഓക്കെ, ഇതാണ് സ്മോൾ ഒബ്ജക്ട്സ് മൈന്യൂട്ട് ഒബ്ജക്ട്സിന്റെ സെൻസിറ്റിവിറ്റി ഇല്ലെങ്കിൽ പറ്റുന്നത്. ഓക്കെ, നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഒന്ന് സൈൻ ഔട്ടിനുണ്ടോ? ഞാൻ ചെയ്യാമോ? ഓക്കെ, പ്ലീസ്. Thank you, Jisha ma'am, for your valuable information. Now let's sing a song, finger song. Daddy finger, where are you? Here I am, how do you do? Mother finger, where are you? Here I am, how do you do? Brother finger, where are you? Here I am, how do you do? Sister finger, where are you? Here I am, how do you do? Baby finger, where are you? Here I am, how do you do? Thank you. It's me, Regina, sign out. വെരി ഗുഡ്. ഓൺ ക്രിയേഷൻ ആണോ? Yes, ma'am. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഫൈൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നാളെ നമ്മളുടെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ബൈ. ഞാൻ ലീവ് ചെയ്തോട്ടെ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് ചോദിക്കാം കേട്ടോ. ക്ലാസ് ഉള്ളതുകൊണ്ടാണ്. Yes, ma'am. Thank you, ma'am. Thank you, ma'am.